ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ സിമ്പിളായിട്ട് എങ്ങനെ നമുക്കൊരു കോട്ടൺ ഫ്രോക്ക് തയ്ച്ച് നോക്കാം. ഇതിന് വേണ്ടത് 2 പീസ് തുണിയാണ്. മുകളിൽ 1/2 മീറ്ററും താഴെ സ്കേർട്ട് പോർഷന് 1 മീറ്ററുമാണ് വേണ്ടത്. ഇതിൻ്റെ ഏജ് വരുന്നത് 4 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റിയ മെഷർമെൻറ്റ്സിലാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഈ തുണി എങ്ങനെയാണ് മടക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. സ്കേർട്ട് ഭാഗത്ത് കൂടുതൽ ചുരുക്ക് വേണ്ടവർ 1.5 മീറ്റർ തുണി എടുക്കാം. ഇതിനിവിടെ 48 ഇഞ്ച് വീതിയുണ്ട് ഈ തുണിക്ക്. അപ്പോൾ ആദ്യം ഈ തുണീനെ നമുക്ക് വീതിയിൽ 2ആയി മടക്കാം. ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ്റെ ഇറക്കം വരുന്നത് 16 ഇഞ്ചാണ്. ടൈൽ തുമ്പ് അടക്കം നമുക്ക് 19 ഇഞ്ച് കൂടുതൽ എടുക്കാം. താഴെ മടക്കി തയ്ക്കാനും മുകളിൽ ഒരു 1/2 ഇഞ്ച് തയ്ക്കാനും ഇടണം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ മടക്കിയ വശത്ത് നിന്ന് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് 2 പീസ് തുണി കിട്ടും, ഒന്ന് ഫ്രണ്ടും ബാക്കും. ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ തയ്ക്കുന്നത്. ഫ്രണ്ട് പീസിൽ ഞാൻ ഇതുപോലെ ഫ്ലീറ്റ്സ് ഇട്ടിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൈനിങ്ങും ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇതുപോലെ വെട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പോർഷൻ്റെ യോക്കിൻ്റെ ഇറക്കം വരുന്നത് 11 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വീതി വരുന്നത് ഫ്ലീറ്റ്സ് ആണ് നമ്മൾ ഫ്രണ്ടിൽ ഇടുന്നത്. അപ്പോൾ കൂടുതൽ തുണി എടുക്കുക. അപ്പോൾ 12 ഇഞ്ച് വീതിയായിട്ട് എടുക്കുകയാണ്. യോക്ക് പോർഷൻ്റെ ഇറക്കം കറക്റ്റായിട്ട് വരുന്നത് 10.5 ഇഞ്ചാണ്. അതിൻ്റെ കൂട്ടത്തിൽ തയ്യൽ തുമ്പ് ഇടുമ്പോഴാണ് 11.5 ഇഞ്ച് കിട്ടുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ തയ്ക്കാനും 1/2 ഇഞ്ച് താഴെ സ്കേർട്ട് പോർഷൻ തയ്ക്കാനുമാണ്. ഇനി ബാക്ക് പീസിൻ്റെ ലെങ്ത്തും വിട്ട് എത്രയാണെന്ന് നോക്കാം. ലെങ്ത്ത് ഇത് തന്നെയായിരിക്കും, 11.5 ഇഞ്ച്. വീതി കുറച്ചെടുക്കുക. ഇവിടെ ഞാൻ 10 ഇഞ്ചാണ് എടുക്കുന്നത്. ബാക്കിൽ നമ്മൾ സിബ് വെച്ചാണ് തയ്ക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രണ്ട് പീസിൽ ഈ ഫ്ലീറ്റ്സ് ഇടണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ തുണീൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിക്കുക, അതുപോലെ മടക്കിയിട്ട് ഇനി അവിടെ നിന്ന് ഇതുപോലെ തുണീനെ ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ഇതുപോലെ മടക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ വശവും ഉള്ളിലേക്ക് മടക്കാണ്. ഇതിൻ്റെ ഫ്ലീറ്റ്സിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ലേസ് വയ്ക്കുന്നുണ്ട്. സെൻറ്റർ പോർഷനിൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഫ്ലീറ്റ്സ് ഇടുന്നത്. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. ഇവിടുന്ന് ഇതുപോലെ ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഫ്ലീറ്റ്സ് എടുക്കാൻ നോക്കാം. 1/2 ഇഞ്ച് ഗ്യാപ്പ് വിട്ടാലും കുഴപ്പമില്ല. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതുപോലെ എടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു നെക്ക് പാറ്റേൺ ആണത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെല്ലാ ഫ്ലീറ്റ്സും ഇട്ടു. ഇപ്പോൾ 2 ഫ്ലീറ്റ്സ് ഞാൻ ഇട്ട് കഴിഞ്ഞു. ഈ ഒരു ഫ്ലീറ്റ്സിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ ലേസ് വയ്ക്കുകയാണ്. അത് വൈറ്റ് കളർ ലേസാണ് വയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കോൺട്രാസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രീം കളർ വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ ഓരോ ഫ്ലീറ്റ്സിൻ്റെ ഇടയിൽ ഇതുപോലെ ലേസ് ഇടയിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ലേസെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് നെക്ക് വെട്ടണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ് പീസിലാണ് ഫ്രണ്ട് പീസിൽ നെക്ക് വെട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ എൻ്റെ അളവിൽ നമ്മൾ വെട്ടി വെച്ചിട്ടുണ്ട്. ഇതിന് 2ആയിട്ട് മടക്കി ഇതിൻ്റെ ഷോൾഡർ അടയാളപ്പെടുത്താം. 5.5 ഇഞ്ചാണ് എൻ്റെ ഷോൾഡർ വരുന്നത്. 11 ഇഞ്ചിൻ്റെ പകുതി 5.5 ഇഞ്ച് എടുക്കുക. കഴുത്തിൻ്റെ അകലം വരുന്നത് 2.5 ഇഞ്ചാണ്. അത് ഇതുപോലെ വരച്ച് കഴുത്തിന് ഇറക്കം കൊടുക്കുകയാണ്. 2 ഇഞ്ചാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്.
ഈ കൈക്കുഴിക്ക് 5 ഇഞ്ച് കൊടുത്ത് ഇതുപോലെ ലൈൻ വരയ്ക്കാം. ചെസ്റ്റിൻ്റെ ചുറ്റളവ് വരുന്നത് 26 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4/1 6 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് കൈക്കുഴി ഇതുപോലെ വളച്ച് ഷേപ്പിൽ കൊടുക്കാം. ഇനി യോക്ക് പോർഷൻ്റെ ഇറക്കം 10.5 ഇഞ്ചാണ്. ബാക്കി തയ്യൽത്തുമ്പായിട്ട് വിടണം. 1/2 ഇഞ്ച് ഷോൾഡറിനും 1/2 ഇഞ്ച് താഴെ സ്കേർട്ടിന് തയ്ക്കാനും. അപ്പോൾ ടോട്ടൽ 11 ഇഞ്ചുണ്ട്. അത് 10.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ട് അവിടുത്തെ വണ്ണം അടയാളപ്പെടുത്താണ്. 6 ഇഞ്ചാണ് അതിൻ്റെ വണ്ണം വരുന്നത്. 24 ഇഞ്ചിൻ്റെ 4/1 ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഈ 2 പോയിൻറ്റ്സും നമ്മൾ ഷേപ്പിൽ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് തയ്യൽ തുമ്പ് കൊടുക്കുക. നെക്കിന് ഇതുപോലൊരു ഷേപ്പ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കൈക്കുഴിയും നെക്കും വെട്ടിയെടുക്കാം. ഇനി ഈ ലൈനിങ് പീസ് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്ത് ഇതുപോലെ വെച്ചിട്ട് കൈക്കുഴിയും നെക്കും സ്റ്റിച്ച് ചെയ്യാണ്. ഫ്രണ്ട് പീസിൻ്റെ ലൈനിങ് പീസ് നമുക്ക് വെട്ടിക്കൊടുക്കാം. ഇതുപോലെ നെക്കും ഹോളും വെട്ടിക്കൊടുക്കുകയാണ്. ഇനി ഈ തുണീനെ നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചിടാം. നമ്മുടെ ഫ്രണ്ട് പീസ് റെഡിയായി. ഇനി ബാക്ക് പീസ് എങ്ങനെയാണ് വെട്ടണേന്ന് നോക്കാം. അപ്പം അതിൻ്റെ ലൈനിങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ മടക്കി വശത്തുനിന്ന് 1 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി അടയാളപ്പെടുത്താം. ഇവിടെ നമ്മൾ സിബ് വയ്ക്കാൻ വേണ്ടിയാണ്. ഇനി ആ ഒരു വശത്തുനിന്ന് വേണം ബാക്കി കൈക്കുഴിയും നെക്കും അടയാളപ്പെടുത്തേണ്ടത്. ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ ഇവിടെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി എളുപ്പത്തിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ബാക്ക് വെട്ടിക്കൊടുക്കാം. പീസ് ഇതുപോലെ തുണീൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മിഡിൽ പോർഷൻ ഇതുപോലെ വെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഈ 2 പീസും നമുക്കിതുപോലെ മറിച്ചിടാം. ഇനി നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാൻ പോവാണ്. ഫ്രണ്ട് പീസിൻ്റെയും ബാക്ക് പീസിൻ്റെയും നല്ല വശം ഇതുപോലെ കൂട്ടി പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ അടിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കൈക്കുഴിക്ക് പൈപ്പിംഗ് കൊടുക്കാം. അതിന് ഇതുപോലൊരു തുണി വെട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ല വശത്ത് വെച്ചിട്ട് പൈപ്പിംഗ് കൊടുക്കാം. ഇനി ഫ്രണ്ട് പീസിൽ ഞാൻ ഇതുപോലെ ഒരു ബാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീതി വരുന്നത് 14 ഇഞ്ചും വീതി വരുന്നത് 2 ഇഞ്ചുമാണ്. ഇനി ബാക്കിൽ എങ്ങനെയാണ് സിബ് വയ്ക്കണേന്ന് നോക്കാം. അപ്പം നമ്മളിവിടെ 2 പീസ് ഇതുപോലെ വെട്ടി വെച്ചിരുന്നു. ഇനി ഈ വശത്തുനിന്ന് ഇങ്ങോട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. 2 സൈഡിലും ഇതുപോലെ 1 ഇഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്. ഈ ഭാഗം നമ്മൾ മടക്കി തയ്ക്കും. അതിനുശേഷമാണ് അതിൻ്റെ അടിയിൽ നമ്മൾ സിബ് വെച്ച് തയ്ക്കുന്നത്. ഇത് എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയൊരു മെത്തേഡാണ്. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത വശം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഈ സിബ് വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ സിബ് വെച്ച് കൊടുത്തു. ഇങ്ങനെയാണ് സിബ് തയ്ക്കുന്നത്. അപ്പോൾ ഈ മടക്കിയ വശം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് അതിനുള്ളിൽ
ഒരു വട്ടം കൂടി മടക്കി തയ്ക്കാം. ഇല്ലെങ്കിൽ ഇതിൻ്റെ അരികുവശം സിക്സാഗ് ചെയ്താലും മതിയാവും. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഞാൻ ഒന്നുകൂടി അടയാളപ്പെടുത്തി ഒരു സൈഡ് ജോയിൻ ചെയ്യാൻ പോവാണ്. ചെസ്റ്റും വണ്ണവും അടയാളപ്പെടുത്താം. അതിനുശേഷം ഈ ഒരു സൈഡ് മാത്രം അടിച്ചു കൊടുക്കുക. മറ്റേ സൈഡ് എപ്പോഴും ഓപ്പണിംഗ് ആയിരിക്കണം. ഈ ഒരു സൈഡ് ഞാൻ അടിച്ചു കഴിഞ്ഞു. ഇനി ഇങ്ങനെയാണ് ഈ സ്കേർട്ട് പോർഷൻ തയ്ക്കണേന്ന് നോക്കാം. അപ്പം നമ്മൾ തുണി ഇതുപോലെ രണ്ടായിട്ട് വെട്ടി വെച്ചിരുന്നു. അപ്പം അത് നല്ല വശം ചേർത്തിട്ട് അത് ജോയിൻ ചെയ്യാം. അപ്പം ഇതിൻ്റെ നീളം നമ്മൾ ടോട്ടൽ എടുത്തിരുന്നത് 18.5 ഇഞ്ചാണ്. അപ്പോൾ ടോട്ടൽ ഇറക്കം വരേണ്ടത് 16 ഇഞ്ചാണ്. ബാക്കി തയ്യൽ തുമ്പാണ്. അപ്പം ഇനി ഇതെങ്ങനെയാണ് ഈ ടോപ്പ് പോർഷനായിട്ട് ഇത് ജോയിൻ ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഈ ടോപ്പ് പോർഷൻ്റെ മുകളിലായിട്ട് ഈ സ്കേർട്ടിൻ്റെ നല്ല വശം ഇതുപോലെ വെച്ചിട്ട് ഇതിൽ തന്നെ ചുരുക്കിട്ട് ഫുൾ തയ്ച്ചു പോവാണ്. ഈ സ്കേർട്ട് പോർഷൻ്റെ വീതി നമ്മൾ ചുരുക്കിട്ട് കഴിഞ്ഞ ശേഷം വരേണ്ടത് താഴത്തെ വേസ്റ്റിൻ്റെ വീതി ആയിരിക്കണം. അതെല്ലാവരും ശ്രദ്ധിക്കാം. ഇനി ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ സ്കേർട്ടിൻ്റെ ഫുൾ വീതിയും നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ഫുൾ തയ്ച്ച് ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുന്നേ നമുക്കിതിൻ്റെ ഇറക്കം എത്രയാണ് വരണേന്ന് നോക്കാം. 26.5 ഇഞ്ചാണ് നമ്മൾ ഈ ഉടുപ്പിൻ്റെ ഇറക്കം എടുത്തിരുന്നത്. മുകളിൽ 10.5 ഇഞ്ചും താഴെ 16 ഇഞ്ചുമാണ്. അപ്പോൾ ടോട്ടൽ 26.5 ഇഞ്ച്. ഉടുപ്പിൻ്റെ ഇറക്കം എടുത്തിട്ട് ബാക്കി വശം നമ്മൾ താഴെ തയ്ച്ചു കൊടുക്കാം മടക്കിയിട്ട്. അതുപോലെ ലൈനിങ് പീസും മടക്കി തയ്ക്കാം. ഇവിടുത്തെ വണ്ണം നമ്മൾ അടയാളപ്പെടുത്താണ്. അതിനുശേഷം അതിൻ്റെ സൈഡ് വശം തയ്ച്ചു കൊടുക്കുക. കൈക്കുഴീൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ. അതിനുശേഷം വേസ്റ്റിൻ്റെ അവിടേക്ക് കൊണ്ടുവന്ന് നേരെ താഴെ വരെ തയ്ക്കാം. ഞാനിവിടെ ഉടുപ്പിൻ്റെ നടുക്കിലായിട്ടൊരു കുഞ്ഞു ബോ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് റിബണും ഉണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റിയ ഫ്രോക്കാണിത്. ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് യോക്ക് പോർഷനാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.